അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അനീഷ, ഇതെൻ്റെ ഹസ്ബൻഡ് ഏബൽ. ഞങ്ങളിപ്പം UK നിന്ന് 2 ആഴ്ചത്തെ ലീവിന് വന്നതാണ്. അമ്മ നൽകിയ പ്രത്യേക അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞാൻ UK സ്റ്റുഡൻറ്റ് വിസയിലായിരുന്നു. അപ്പം സ്റ്റുഡൻറ്റ് വിസ മാറി വർക്ക് വിസയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. ആ ടൈമിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അപ്പം ഞങ്ങൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അതിന് മുന്നേ ഞങ്ങൾ പൈസ കൊടുത്ത് വിസ എടുക്കാം എന്നുള്ള രീതിക്ക് ഇരിക്കുമായിരുന്നു. അപ്പം പ്രഗ്നൻസി അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ആ ടൈമിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു വിസ ശരിയായി, ഒരു ഫ്രീ ആയിട്ടൊരു വിസ ശരിയായി. അപ്പോൾ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങൾ ഉടമ്പടി എടുക്ക്. അപ്പം പുള്ളി പറഞ്ഞു, ഓൾറെഡി നമുക്ക് വിസ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്, എന്നാലും ഉടമ്പടി എടുത്തോ എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പം ജൂലൈ മാസം ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നു. അപ്പം ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നിയോഗം വെച്ചത് വിസയുടെ കാര്യമായിരുന്നു. എന്നിട്ട് ഹസ്ബൻഡ് തിരിച്ചു വന്നു. ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ തുടങ്ങി. അപ്പം ഈ വിസേനെ പറ്റി ഒരു വിവരവും ഇല്ല. ഞങ്ങൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അവരെ വിളിച്ചന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങളുടെ വിസ ഞങ്ങൾ വിഡ്രോ ചെയ്തു, ഞങ്ങളിപ്പോൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഉടമ്പടി എടുത്ത് ഞങ്ങൾ വിചാരിച്ചു, അയ്യോ ഉടമ്പടി എടുത്ത് നമുക്ക് പണി കിട്ടിയില്ലോ. അതുവരെ നമുക്കൊരിതുണ്ടായിരുന്നു, എനിക്ക് വിസ ഉണ്ടല്ലോ, എനിക്ക് കുഴപ്പമില്ല, നമുക്ക് മെറിറ്റുണ്ട്, നമുക്ക് പ്രശ്നമില്ല, എന്നാലും സേഫ് സോണിലേക്ക് ഒരു ഉടമ്പടി എന്നുള്ള രീതിക്കായിരുന്നു സത്യം പറഞ്ഞാൽ എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മെറിറ്റ് മൊത്തം തീർന്നു, 0 മെറിറ്റായി. പിന്നെ ഗ്രേസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. അപ്പം UK എല്ലാവർക്കും അറിയാം, നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം നിയമം അവിടെ പുതിയ നിയമം വന്നു. അതായത് സ്റ്റുഡൻറ്റ് പീരീഡ് കഴിയാതെ, കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് വിസ എടുക്കാൻ പറ്റില്ല, സ്റ്റുഡൻറ്റ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് വിസ എടുക്കത്തില്ല. അതുപോലെ തന്നെ വിസയിലേക്ക് ഇനി ഡിപ്പെൻഡൻസിനെ നമുക്ക് കൂടെ നിർത്താൻ പറ്റില്ല എന്നുള്ള നിയമം വന്നു. അപ്പം ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ എല്ലാ മെറിറ്റും തീർന്നു. പിന്നെ ഗ്രേസ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മാതാവിനെ മുറുക്കെ പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ജനുവരി 31 എൻ്റെ കോഴ്സ് കഴിയുള്ളൂ. നിയമം മാറി. മാർച്ച് 11 വിസ മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ അലൗഡ് അല്ല എന്നുള്ള നിയമം വന്നു. അപ്പം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നമുക്ക് പൈസ കൊടുത്ത് വിസ മാറാം. അപ്പോൾ പൈസ കൊടുത്ത് വിസ മാറാൻ വേണ്ടി ഞങ്ങൾ ചോദിക്കുമ്പോൾ 20 ലക്ഷം, 15 ലക്ഷം, അതിൽ കുറച്ചുള്ളൊരു എമൗണ്ടിലൊരു വിസയില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, അമ്മ മാതാവാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അമ്മ മാതാവ് കൂടെയുള്ളത് കൊണ്ട് ഞങ്ങൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അമ്മ കൊണ്ടുത്തരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കും ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നല്ല ടെൻഷനുള്ള ആൾക്കാരാണ്. ഇത്രയും ഒരു ക്രൂഷ്യൽ പീരീഡ് വന്നിട്ടും ഞങ്ങൾക്ക് ഒരു ടെൻഷനും വന്നില്ല. കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, അല്ല ഞങ്ങൾ മാറുവാണ്, നിങ്ങൾ മാറിക്കോ, നിങ്ങൾ പോകേണ്ട വരും, കുഴപ്പമില്ല, അമ്മ മാതാവാണ് ഞങ്ങളുടെ കൂടെയുള്ളത്, ഞങ്ങൾക്ക് ഒരു പേടിയില്ല, ഞങ്ങൾ ഉടമ്പടി എടുത്തവരാ, ഞങ്ങൾക്ക് ഒരു പേടിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങളിരുന്നു. അപ്പം ഡിസംബർ മാസമായി, ഇങ്ങനെ ക്രൂഷ്യലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മയുടെ മകൻ്റെ പിറന്നാളാണ് ഡിസംബർ 25-ാം തീയതി, എൻ്റെ മകൻ്റെ പിറന്നാളാണ് ഡിസംബർ 15-ാം തീയതി. ഈ 2 ദിവസത്തിൽ ഒരു ദിവസത്തിൽ എനിക്ക് അമ്മ ഒരു സമ്മാനം തന്നേ പറ്റൂ, എനിക്കൊരു വിസ അമ്മ തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. കറക്റ്റ് ഡിസംബർ 15-ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പം മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു മെയിൽ വന്നേക്കുന്നു, നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് വേണോ, നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നെല്ലാം ചോദിച്ചു. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു. അവർ സ്പോൺസർഷിപ്പ് തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല, അമ്മ മാതാവ് തന്നെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാനത് റിപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു, ഉടമ്പടി കാശ് രൂപം കൈപ്പിടിച്ച് ഉടമ്പടി ഉപ്പും ഉണ്ടായിരുന്നു, ഉടമ്പടി ഉപ്പും പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഉപ്പ് ഞാൻ ആരും ചവിട്ടാത്ത ഒരു ഭാഗത്ത് കൊണ്ടിട്ടു, ഉടമ്പടി കാശ് രൂപം കൈ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ സ്മൂത്തായിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരാൻ തയ്യാറാണ്. അത് നിങ്ങൾ അതിൻ്റെ ഇത് ഇൻറ്റൻസിറ്റി എത്രയുണ്ടെന്ന് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. UK ഉള്ളവർക്ക് അത് ശരിക്കും മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും 20, 25, 15 ലക്ഷം കൊടുത്ത് വിസയ്ക്ക് വേണ്ടി നടക്കുന്ന സമയത്താണ് എന്നോട് ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് ഒരു വിസ മാതാവ് കൊണ്ടു തന്നത്. അതും എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 20 മിനിറ്റ് ഡ്രൈവിലാണ് ആ വിസ അമ്മ എനിക്ക് കൊണ്ടു തന്നത്. അതുപോലെ തന്നെ ആ ഇൻ്റർവ്യൂ വിസ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങളൊക്കെ സേഫായി എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെയും വേറെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അതായത് അവരുടെ COSൻ്റെ നമ്പർ, ഇത്ര നമ്പേഴ്സ് COS ഒരു വർഷം ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ അത് തീർന്നു. അപ്പം 6 ആഴ്ചയെങ്കിലും ആകും അത് റീഇഷ്യൂ ആയി വരാൻ. അപ്പോഴത്തേക്കും എൻ്റെ ടൈം പീരീഡ് കഴിയും, മാർച്ച് 11 കഴിയും, പിന്നെ ഞാൻ ഔട്ടാവും. ഞങ്ങൾ പിന്നെയും അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥന തുടങ്ങി, കണ്ണീരൊഴുകി പ്രാർത്ഥിച്ചു അമ്മേനോട്, അമ്മ എൻ്റെ മക്കളെയും എൻ്റെ ഹസ്ബൻഡിനെയും പിരിഞ്ഞെനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന രീതിക്ക് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. 6 ആഴ്ച സമയം എടുക്കുമെന്ന് പറഞ്ഞത് ജസ്റ്റ് 2 ആഴ്ച കൊണ്ട് ആ COSൻ്റെ അവർക്കത് ഇഷ്യൂ ചെയ്ത് എനിക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ അവർ COS ഇഷ്യൂ ചെയ്തു. മാർച്ച് 11 നിയമം മാറുന്ന ആ രാജ്യത്ത് ഫെബ്രുവരി 19-ാം തീയതി മാതാവ് തന്ന വിസയിൽ ഞാൻ മാറി, ഞങ്ങളെല്ലാവരും വിസ മാറി.
അതുപോലെ തന്നെ വേറെ പല അനുഗ്രഹങ്ങൾ. എൻ്റെ UK മെഡിക്കൽ ഇഷ്യൂസ് എല്ലാവർക്കും അറിയാം, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അവിടെ ഒരു ഡോക്ടറെ കാണാനും കാര്യങ്ങൾ ചെയ്യാനും. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്നു, അവരുടെയൊക്കെ ഡെലിവറി എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. മരണം വരെ പോയിട്ട് തിരിച്ചു വന്നവരാന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് എൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറി സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും കൂടെ വന്നു. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഉടമ്പടി തൈലം എന്നും എൻ്റെ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ജസ്റ്റ് പെയിൻ തുടങ്ങി 20 മിനിറ്റിനുള്ളിൽ ഞാൻ ഡെലിവറി ആയി. അതും നോർമൽ ഡെലിവറി, സ്മൂത്തായിട്ട് എനിക്ക് ഡെലിവറി നടന്നു. അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ UK 2 പേര് ജോലി ചെയ്താൽ പോലും നമുക്ക് ഫിനാൻഷ്യലി കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഹസ്ബൻഡ് മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കണം, കോഴ്സ് ഫീസ് അടയ്ക്കണം. ഈ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയമായിരുന്നു. പക്ഷേ ഒരു രൂപ പോലും ഞങ്ങൾ കടം വാങ്ങേണ്ടി വന്നിട്ടില്ല. അമ്മ എവിടുന്നെങ്കിലും ആ പൈസ എവിടുന്നാന്നറിയില്ല ഞങ്ങൾക്ക് എമൗണ്ട് വന്നു. എമൗണ്ട് എന്താ വെച്ചാൽ അതുപോലെ അമ്മ തന്നിരിക്കും. അതായത് എൻ്റെ കോളേജിൽ നിന്ന് കുഞ്ഞാവ ഉണ്ടായതിൻ്റെ വക എനിക്ക് മറ്റേ എമൗണ്ട് കിട്ടി, സാങ്ഷനായി. അതുപോലെ തന്നെ മെറ്റേണിറ്റി അലവൻസ്, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഇടയിൽ നിന്ന് കറക്റ്റ് 8 ലക്ഷം രൂപ വിസ മാറാനാണ് ഞങ്ങൾ ആദ്യം ഇരുന്നത്. ഞങ്ങൾക്ക് 7.5 ലക്ഷം രൂപ ഇങ്ങോട്ടും തന്ന് ഒരു ഫ്രീ വിസയാണ് അമ്മ ഞങ്ങൾക്ക് തന്നത്. അമ്മ തന്ന അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ തീരില്ല. അതുപോലെ അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. 1 പത്രോസ് 1:6-7